സർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു നമ്പൂതിരി വിളിച്ചിട്ട് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എവിടെയൊക്കെയാണെന്ന് തിരക്കുന്നു. ഇതിന്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇയാളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒടുവിൽ പിടിയിലായെന്ന് തോന്നാളല്ലേ? ആള് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. രാഘവൻ നമ്പൂതിരി ഡൽഹിയിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് INS വിക്രാന്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നു. അദ്ദേഹത്തിന് അറിയേണ്ടത്, നമ്പൂതിരിക്ക് അറിയേണ്ടത് INS വിക്രാന്ത് ഇപ്പോൾ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതൊരു അസാധാരണമായ ആവശ്യമാണ് എന്ന് ഈ കേട്ട മാത്രയിൽ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇയാൾ ഈ വിളിച്ച ഫോൺ ട്രേസ് ചെയ്യാൻ നോക്കിയവർ. അപ്പോൾ അങ്ങനെ അത് പോലീസിന് കൈമാറി. പോലീസുകാർ ഇത് തിരക്കി ചെന്നപ്പോൾ കോഴിക്കോട് നടക്കാവിലുള്ള മുജീബ് റഹ്മാനാണെന്ന് കണ്ടെത്തി. അപ്പോൾ മുജീബ് റഹ്മാനെ ചോദ്യം ചെയ്തു. ആദ്യമൊക്കെ അയാൾ നിഷേധിച്ചു. പിന്നീട് ഈ രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഇയാളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ പല പല വിചിത്ര രഹസ്യങ്ങളും അയാൾ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ വീടുകാരൊക്കെ ഇയാൾക്ക് സുഖമില്ലാത്തവരാണെന്ന് പറഞ്ഞു. തലയ്ക്ക് സുഖമില്ല. ഏതായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അയാളെ പോലീസ് കൃത്യമായി ചോദ്യം ചെയ്തു വരികയാണ്. അയാളുടെ പിക്ചേഴ്സൊക്കെ, കയ്യാമ്മം വെച്ച ചിത്രങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഈ രാഘവൻ നമ്പൂതിരി എന്ന മുജീബ് റഹ്മാനെ കുറിച്ചുള്ളത് ഒരു യാദൃശ്ചികമായ, അയാൾ കസ്റ്റഡിയിലായി എന്നുള്ളത് യാദൃശ്ചികമായ കാര്യമല്ല. കാരണം ഈ മാസം 4-ാം തീയതി കഴിഞ്ഞ 4-ാം തീയതി ABC-യുടെ മലയാളം പോർട്ടൽ ഹാൻഡിൽ ഈ ചാരവൃത്തി, തീരദേശത്തെ ചാരവൃത്തിക്കെതിരെ കോസ്റ്റൽ ഗാർഡിന് ജാഗ്രത കൊടുത്തു എന്ന ഒരു വാർത്തയെ ഉപജീവിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിൽ കാർവാർഡിൽ 3 പേര് പിടിയിലായി. അത് കാർവാർഡിലെ ഒരു ഉൾഗ്രാമത്തിലെ ജീവിക്കുന്ന 3 പേരാണ് പിടിയിലായത്. അവർ ഹണി ട്രാപ്പ് വഴിയും പണം നൽകിയും ഉദ്യോഗസ്ഥന്മാരാണെന്ന്, നേവി ഉദ്യോഗസ്ഥന്മാരാണെന്ന് വ്യാജേന അവരെ ഇതിലേക്ക് പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താനായിട്ട് യുദ്ധക്കപ്പലുകളിലേക്ക് അയച്ചു. അപ്പോൾ INS സുഭദ്ര അടക്കം അറേബ്യൻ സീയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. വിശാഖപട്ടണത്തും ഇതുപോലുള്ള നീക്കം നടന്നു. അപ്പോൾ അറേബ്യൻ തീരത്തും ബേ ഓഫ് ബംഗാളിൻ്റെ തീരത്തും ഒക്കെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകളിൽ അപ്പോഴേക്കും നമ്മൾ ഈ സിന്ദൂർ ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. സിന്ദൂർ എന്ന വാക്കുപോലും വന്നിട്ടില്ല. അതിനു മുമ്പ്, ഇത് 4-ാം തീയതിയാണ് സംഭവം. അതിനു മുമ്പ് തന്നെ ഈ കോസ്റ്റൽ പ്ലെയിനിലൂടെ ചാരവൃത്തി നടക്കുന്നത് പ്രതിരോധ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും പെട്ടിരുന്നു. 3-4 പേരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് കൊച്ചിയിലെ കേന്ദ്രമായിട്ട് ചില നീക്കങ്ങൾ നടക്കുന്നതായിട്ട് വിവരം കിട്ടിയത്. അന്നൊന്നും ആരും പിടിയിലായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് മുജീബ് റഹ്മാൻ അകത്താകുന്നത്. അത് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞു വിളിച്ചിട്ട് കപ്പൽ, ഈ INS വിക്രാന്ത് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരു യുദ്ധക്കപ്പലാണ്. ഇത് കൊച്ചിയിൽ നിർമ്മിച്ചതാണ്. കൊച്ചി കപ്പൽശാലയിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അത്യാധുനിക സൗകര്യങ്ങളുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS വിക്രാന്ത്. അത് കറാച്ചിയിലേക്ക് നമുക്ക് മിസൈൽ വിടാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള സവിശേഷ സൗകര്യങ്ങളോടുകൂടിയ അറേബ്യൻ തീരത്തെ നമ്മുടെ പ്രതിരോധ കവചമാണത്. ആ കപ്പൽ എവിടെ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന് ഇയാൾക്ക് അറിയേണ്ട ആവശ്യം എന്താണ്? ഇയാൾ ആർക്കു വേണ്ടിയാണ് ഈ വിവരം ശേഖരിച്ചത്? പ്രത്യേകിച്ചും പാകിസ്ഥാന് വേണ്ടി ഇങ്ങനെ ഹണി ട്രാപ്പിൽപ്പെട്ടും മണി ട്രാപ്പിൽപ്പെട്ടും ഇന്ത്യക്കാരായ പലരും ചാരപ്രവർത്തനം നടത്തുന്നു എന്ന വിവരം രാജ്യത്തിന് ലഭിച്ചിരിക്കെ അത് കുറിച്ചുള്ള അന്വേഷണം നടക്കുന്ന വേളയിലാണ് ഇതും പിടിയിലാകുന്നത്. സാർ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ രാഘവൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫേസ്ബുക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്തൂടെ പല കാര്യങ്ങളും പറയുന്നു. സത്യത്തിൽ ഇയാളുടെ പേര് എന്ന് പറയുന്നത് ഇതര മതസ്ഥനാണല്ലോ. ഇതര മതസ്ഥൻ രാഘവൻ നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ആ പേജിൽ എന്ത് പോസ്റ്റ് ഇട്ടാലും അത് കാണുന്ന ആൾ രാഘവൻ നമ്പൂതിരിയുടെ വേർഷനാണ്, അയാളുടെ നിലപാടാണെന്നല്ലേ കരുതുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തട്ടിപ്പ് നടത്തുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ഒരുപാട്. ഇയാൾ ഇങ്ങനെ ഒരു ഫോൺ വിളിച്ച് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടല്ലേ പോലീസ് അന്വേഷിച്ച് എന്ന് ഇയാളെ പിടികൂടിയോ? മാത്രമല്ല, പിടികൂടിയ ഉടനെ ഇയാൾക്ക്
തലയ്ക്ക് സുഖമില്ല, അല്ലെങ്കിൽ മാനസിക മനോവൈകല്യം ഉള്ള ആളാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇയാൾക്ക് INS വിക്രാന്ത് എന്ന് പറയാൻ മനോവൈകല്യമില്ല, കൊച്ചി പോർട്ടിൽ അതുണ്ടാകുമെന്ന് വിളിച്ചു ചോദിക്കാൻ മനോവൈകല്യമില്ല, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് പറയാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ ചില വിധ്വംസക പ്രവർത്തകർക്ക് അല്ലെ അവർ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളാണെന്ന് നമ്മൾ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റും. അതുകൊണ്ട് ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഏതായാലും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. അവർ ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് വിദഗ്ധമായി ചോദ്യം ചെയ്യും. മനോവൈകൃതവും മനോവൈകല്യവും എന്താണെന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും സൗകര്യവും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അത് പരിശോധിക്കും. ഇയാൾ മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, ഇയാൾക്ക് എന്തെങ്കിലും ഔഷധ ചികിത്സയോ ഏതെങ്കിലും മനോരോഗ വിദഗ്ധൻ്റെയോ പരിശോധന രോഗിയാണോ ഇയാൾ എന്നൊക്കെ അന്വേഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ ചിലപ്പോൾ ഇതുപോലെയുള്ള ഈ ചില ഡിറ്റക്റ്റീവ് നോവലൊക്കെ വായിച്ചിട്ട് വട്ടളയിട്ട് ചിലർ ഇതുപോലെ ചില വേലകളൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ ചിലപ്പോൾ അയാളുടെ വീട്ടുകാർ പറഞ്ഞതിൽ ചിലപ്പോൾ എന്തെങ്കിലും സത്യത്തിൻ്റെ എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് വേറെ ചികിത്സ മതി. അപ്പോൾ അപകടമില്ല. അതേസമയം നേരെ മറിച്ച് ഇയാൾ സൗണ്ട് മൈൻഡഡായിട്ട് ഡെലിബറേറ്റായിട്ട് ചെയ്തതാണ് എങ്കിൽ അത് വളരെ ഗുരുതരമാണ്. ഭയങ്കര രാജ്യദ്രോഹ കുറ്റത്തിന് അയാൾ വേറെ തരത്തിൽ ശിക്ഷിക്കപ്പെടാം, ഇപ്പോൾ പിടിയിലായത് നിലയ്ക്ക്. എങ്കിൽ ഇയാൾ ആർക്കു വേണ്ടി, ശത്രുരാജ്യത്തിന് വേണ്ടി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നെങ്കിൽ ഇയാളുടെ പിന്നിൽ ഒരു ഗൂഢസംഘം ഉണ്ടാകും. ഒരുപക്ഷെ അത് പല പല കണ്ണികളിൽ കിടന്നായിരിക്കും നമുക്ക് നമ്മളോട് എതിരുള്ള രാജ്യത്ത് ചെന്ന് പറ്റുക. അപ്പോൾ ആ ഒരു വലിയ ചെയിൻ കണ്ടുപിടിക്കേണ്ട ബാധ്യതയും പോലീസിൻ്റെ ജോലി കൂടും. അതാണ്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല. ഈ പറഞ്ഞു വരുന്ന വാദങ്ങളൊക്കെ മുഖവിലേക്ക് എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് അതിവിദഗ്ധമായി ചോദ്യം ചെയ്യും. അപ്പോൾ എന്തായാലും ഈ രാഘവൻ നമ്പൂതിരി എന്ന പേരിൽ ഇയാൾ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് വിളിക്കുന്നു. കൊച്ചിയിൽ ഈ INS വിക്രാന്ത്. അപ്പോൾ സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പോരാട്ട മുനയിൽ നിൽക്കുകയാണ്. എന്തായാലും യുദ്ധം നടക്കുന്നു. അതിൽ തന്നെ കരസേനയും വ്യോമസേനയും കൃത്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നുണ്ട്. ഈ വ്യോമസേനയുടെ ആക്രമണത്തിൽ എത്രയോ എയർബേസുകൾ തകർന്നു. പക്ഷേ അവിടെ ഒന്നും ആക്രമണം നടത്താതെ നിന്നത് നമ്മുടെ നേവിയാണ്. കാരണം നേവി സജ്ജമായി നിൽക്കുന്നു. പക്ഷേ അവർക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടുന്നില്ല. കാരണം കരസേനയും വ്യോമസേനയും അടിച്ച് തീർത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ നാവികസേന അങ്ങനെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നു. നമ്മൾ മിസൈലുകളെല്ലാം തയ്യാറാക്കി വെക്കുന്നു. മാത്രമല്ല അവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്, ഞങ്ങൾ ഈ അലകൾക്ക് മേലെയുണ്ട്, അലകൾക്ക് കീഴെയുണ്ട്, അലകൾക്ക് സമാന്തരമായിട്ടുണ്ട്, അപ്പോൾ സമുദ്രത്തിലെ തിരമാലകൾക്ക് മുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിലപാടെടുക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള INS വിക്രാന്ത് എവിടെ നിൽക്കുന്നു, അതിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ്, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചു ചോദിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമായി കാണാൻ പറ്റില്ല. കൃത്യമായി ആരുടെയൊക്കെയോ നിർദ്ദേശാനുസരണം ആരൊക്കെയോ ചെയ്തു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പിന്നെ സിനുജി ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, നേരത്തെ ഒരു ഫ്രഞ്ച് ചാരക്കേസ് ഉണ്ടായിരുന്നു. അതെ, അത് കൊച്ചി അറേബ്യൻ തീരത്ത്, കൊച്ചിയുടെ തീരത്താണ് നടന്നത്. അപ്പോൾ അത് ഫ്രഞ്ചുകാരായ ചില ആളുകൾ വന്നിട്ട് ഇന്ത്യയിലെ ഗോവയിലുള്ള ഒരു ഫുട്ടാർഡോയുടെ സഹായത്തോടുകൂടി, ആ ഫുട്ടാർഡോയുടെ സ്നേഹിതനായിരുന്നു KV തോമസ്. KV തോമസ് ഒത്താശ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദം ഉണ്ടായതാണ്. ആ വാർത്തകൾ അടിക്കടി റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം അന്നത് ഓഷ്യൻ സർവേ നടത്തുകയായിരുന്നു. അറേബ്യൻ സമുദ്രാന്തര ആഴങ്ങളും സോണാർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീളവും വീതിയും ആഴവും അളക്കുകയായിരുന്നു. അതിന് ഗൊലാത്തി എന്ന് പറയുന്ന ഒരു നൗകയിലാണ് ഇവർ വന്നത്. അതിൽ അന്നത്തെ നിലയിലുള്ള അത്യാധുനിക സോണാർ സൗകര്യങ്ങളൊക്കെ, ഈ റഡാർ എയറിലുള്ളതുപോലെ ജലത്തിലുള്ള രഹസ്യങ്ങൾ അന്വേഷിക്കുന്ന സാങ്കേതിക ഉപകരണമാണ് സോണാർ. അത് ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു നൗകയായിരുന്നു ഗലാത്തി. ഗലാത്തിയിൽ ഈ ഓഷ്യൻ സർവേ നടത്തിക്കൊണ്ടിരിക്കെ നമ്മുടെ തീരദേശത്തുള്ള ക്യാപ്റ്റൻ രാജൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ നേതൃത്വത്തിൽ ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇത് സമുദ്ര അന്തർരഹസ്യങ്ങൾ അന്വേഷിക്കലാണ്. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ കള്ളം പറഞ്ഞു. അപ്പോൾ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഫ്രാൻസിൽ നിന്ന് പാകിസ്ഥാൻ ഒരു അന്തർവാഹിനി കച്ചവടമാക്കിയിട്ടുണ്ട്. അത് വിലയ്ക്ക് വാങ്ങുന്നതിന് വച്ചിരുന്ന ഒരു ഉപാധി അറേബ്യൻ തീരത്തെ സർവേ റിപ്പോർട്ട് വേണം എന്നായിരുന്നു. അത് CD ആക്കി കൊടുക്കുന്നതിനുള്ള സർവേയാണ്. അപ്പോൾ ക്യാപ്റ്റൻ ക്ലേവൽ എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ, അയാൾ ഫ്രഞ്ച് ക്യാപ്റ്റൻസ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്, പാരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്, കപ്പൽ രാജാവാണ്. അപ്പോൾ അയാളുടെ നേതൃത്വത്തിൽ ഫ്രഞ്ച് മിഷനായിരുന്നു അത്.
അതൊക്കെ തെളിഞ്ഞു ചോദ്യം ചെയ്യൽ. അവസാനം അവരെ പിടിച്ച് ഇവിടെ ജയിലിലിട്ടു. സുപ്രീം കോടതിയിൽ അവർക്ക് അനുകൂലമായിട്ട് പെറ്റീഷൻ വന്നു, അവരെ വിട്ടയക്കണമെന്ന് വന്നു. അങ്ങനെ വിട്ടയക്കാതെ അവർ ഡീറ്റൻഷനിൽ കഴിഞ്ഞു. ചോദ്യം ചെയ്യലിലൊക്കെ IB ഒക്കെ വന്ന് ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റവാളികളാണ്, ചാരവൃത്തിയായിരുന്നു, പാകിസ്ഥാന് വേണ്ടി നടത്തുന്ന ചാരവൃത്തിയായിരുന്നു. ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അവസാനം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇന്ത്യ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഇത് ഫ്രഞ്ച് പാർലമെൻറ്റിലേക്ക് വലിയ ചോദ്യമായതാണ്. ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട 2-3 ആളുകളടക്കം ഫ്രഞ്ച് പൗരന്മാർ കേരളത്തിൽ ജയിലിൽ കിടക്കുന്നത് സുഖകരമല്ല. അതുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനെ സ്വാധീനിച്ച് ഇവർക്ക് ജാമ്യം കൊടുത്തു ഹൈക്കോടതി ജാമ്യം കൊടുത്ത ഉപാധി അവർ ഇത്ര ദിവസത്തിനകം തിരിച്ചിവിടെ ഹാജരാകണമെന്നായിരുന്നു. പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ കേസ് ഇങ്ങനെ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ അന്നേ പാകിസ്ഥാന് അറേബ്യൻ സീ കോസ്റ്റിലെ രഹസ്യം ആരായുന്ന അതറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് അവർ ഫ്രഞ്ചുകാരെ ഉപയോഗിച്ച് ഇവിടെ സർവേ നടത്തി. അറിഞ്ഞോ അറിയാതെ പോയിപ്പെട്ട ഒരാളാണ് KV തോമസ്. അതിനുശേഷം ഇവിടെ മത്സരിച്ചപ്പോൾ തോറ്റുപോയി. ആദ്യമായിട്ട് കോൺഗ്രസ് ഈ സീറ്റ് അങ്ങനെ നഷ്ടപ്പെടുന്നത്. സെബാസ്റ്റ്യൻ പോൾ യാദൃച്ഛികമായി പാർലമെൻറ്റിലെത്തുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ സംഭവം അതിൻ്റെ രാഷ്ട്രീയ ഫലം എന്തെങ്കിലും ആയാലും അന്നേ തന്നെ പാകിസ്ഥാന് അറേബ്യൻ കോസ്റ്റിൽ പ്രത്യേകിച്ചും കേരള തീരത്ത് പ്രത്യേക താല്പര്യമുണ്ട്. ഈ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് അവർ പല ഓപ്പറേഷൻസും ചാരപ്പണികളും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് ഓപ്പറേഷൻ, മയക്കുമരുന്ന് വ്യാപനം, അതിനൊക്കെയുള്ള ഒരു വലിയ സാധ്യത ഈ ട്രേഡിങ് മലബാർ കോസ്റ്റിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മുജീബ് റഹ്മാൻ്റെ ശ്രമങ്ങളെ നമ്മൾ നിർദോഷമായി കാണാൻ പറ്റില്ല. മുജീബ് റഹ്മാൻ എന്ന രാഘവൻ നമ്പൂതിരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.